ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനാൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവ് തന്റെ പുത്രനെ അയച്ചത് നമ്മളെ ഓരോരുത്തരെയും നല്ലതിലേക്ക്, ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക് നമ്മെ നടത്തുവാനാണ്, കൊണ്ടുവരുവാനാണ്. നന്മയും കരുണയും ഒക്കെയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുമെന്ന് ഓൾഡ് കവനന്റിൽ വിശ്വസിച്ചിരുന്ന ദാവീദ് രാജാവ് വിളിച്ചു പറയുന്നു. നന്മയും കരുണയുമാണ് എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഒക്കെയും എന്നെ പിന്തുടരുന്നെന്ന്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന കർത്താവാണ്. നമുക്ക് എങ്ങനെ നടക്കാൻ ആഗ്രഹം? ജയോത്സവമായി നടക്കുവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുവാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവ്. അതിനു വേണ്ട പ്രൊവിഷൻസ് എല്ലാം അവൻ നമുക്കെല്ലാവർക്കും നൽകി തന്നിട്ടുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാരെല്ലാവരും കൂടി യേശു മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ കയറിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ താൻ ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ ശേഷിച്ച ശിഷ്യന്മാരുടെ ചുറ്റുപാടും ഒരു വലിയ ക്രൗഡ്, വലിയ വാദപ്രതിവാദങ്ങൾ അവിടെ നടക്കുന്നു. ശബ്ദകോലാഹലങ്ങൾ അവിടെ നടക്കുന്നു. കർത്താവ് മറുരൂപമലയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു. തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് എന്താണ് കാരണം. ക്രൗഡിനോട് ചോദിക്കുകയാണ് എന്താണ് കാരണം. ഞാൻ ഈ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. അങ്ങനെ എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ ഒരു പിതാവ് യേശുവിന്റെ മുൻപാകെ വന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അല്ലയോ ഗുരു, പക്ഷപാതം പിടിച്ച എൻ്റെ മകനെ, എപ്പിലെപ്റ്റിക് ബോയ്, ഞാന് നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ സൗഖ്യമാക്കുവാൻ പറഞ്ഞു. ആ ഭാഗം ഒന്ന് എടുക്കണം. മത്തായി 17. ആ ഭാഗം, എൻ്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണം. നിന്റെ ശിഷ്യന്മാര് അവര് എല്ലാ പരിശ്രമവും നടത്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പറഞ്ഞു. എന്നിട്ടും എൻ്റെ മകൻ സൗഖ്യമായില്ല. ശിഷ്യന്മാർക്ക് ആകുന്ന പണികളൊക്കെ അവര് നോക്കി. They were trained by the Lord Jesus. അവരാകുന്ന പണികളൊക്കെ നോക്കിയിട്ടും, പഠിച്ച പണികളൊക്കെ നോക്കിയിട്ടും ഈ മകനിൽ നിന്ന് ആ ഭൂതം പുറത്തു പോകുന്നില്ല. അവർ യേശുവിന്റെ നാമം പറഞ്ഞു. കാരണം അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ. അവരതൊക്കെ പരിശ്രമിച്ചു, ഭൂതം പോകുന്നില്ല. അപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടായ ഒരു സംവാദമാണ് അവിടെ നടക്കുന്നത്. ശിഷ്യന്മാർക്ക് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ നമ്മൾ രക്ഷപ്പെടുവാൻ, ഞാൻ ഉൾപ്പെടെ, പറയുന്ന മറുപടി ചിലപ്പോൾ കൊടുത്തു കാണും. അത് നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. അത് നിങ്ങളെ കൂടുതൽ പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങൾ ഒന്നുകൂടെ
മുറുകെ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശിഷ്യന്മാര് തടി തപ്പുവാൻ ശ്രമിച്ചു കാണും. എന്നാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട്. കാരണം അവർ ഇതിനു മുമ്പ് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അവര് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇത് നടന്നില്ല. എന്തുകൊണ്ട്? ഇന്നിത് നടന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ എന്ത് ലെയിം എക്സ്ക്യൂസ് അവർ മേക്ക് ചെയ്യുമ്പോഴും they have this question. They ask themselves why this time it didn't happen എന്ന് അവരോട് തന്നെ ഉള്ളിൽ ചോദിക്കുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ടല്ല കർത്താവ് വന്നപ്പോൾ, ഈ സംവാദത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. കർത്താവ് ഭൂതത്തെ പുറത്താക്കി ആ ബാലനെ സൗഖ്യമുള്ളവനായി അതിന്റെ പിതാവിനെ ഏൽപ്പിച്ചു. ശിഷ്യന്മാരും കർത്താവും യാത്ര ആരംഭിച്ചു. അങ്ങനെ വഴിയേറെ ദൂരം ചെന്നപ്പോൾ ശിഷ്യന്മാരും കർത്താവും ഒറ്റയ്ക്കായപ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു ചോദ്യമാവുള്ളത്, why didn't this time? Why didn't it happen this time? Where did we blow off? എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റിയത്? എവിടെയാണ് കുഴപ്പം? ഞങ്ങളുടെ വിശ്വാസ കുറവാണ്, ഞങ്ങളുടെ വിശുദ്ധിയുടെ കുറവാണ്. പിന്നെ എന്താണ്? യേശുവിന്റെ നാമം പറഞ്ഞല്ലോ. അപ്പോൾ ശിഷ്യന്മാർ ഒറ്റയ്ക്ക് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത്? കർത്താവ് എന്താണ് പറഞ്ഞത്? വായിക്കാം. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ വ്യാധി നീങ്ങില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. താങ്ക് യു. നിങ്ങളുടെ അവിശ്വാസം നിമിത്തം അത്രേ. കർത്താവിന്റെ മറുപടി, because of your unbelief. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ ആ മല നിങ്ങളെ അനുസരിക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. Nothing shall be impossible unto you. I am talking to all of you. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകത്തില്ല. പിന്നെ പറഞ്ഞു, എങ്കിലും ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒഴിഞ്ഞു പോകത്തില്ല. നമുക്ക് അതൊന്ന് ചിന്തിക്കാം. നിങ്ങളുടെ അവിശ്വാസം നിമിത്തം അത്രേ. എന്താണ് അവിശ്വാസം? ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാസേജാണ്. നമ്മള് പ്രഥമ ദൃഷ്ടിയാൽ ഇത് വായിക്കുമ്പോൾ we feel like unbelief means lack of faith. അവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ വചനം പഠിക്കുന്ന നമുക്കറിയാം, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിന്റെ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഇംപ്ലാന്റ് ചെയ്തിരിക്കുക. കാരണം അതിന് തെളിവ് പത്രോസ് പറയുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പത്രോസ് ഇപ്രകാരം പറയുക, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് ഞങ്ങൾ എഴുതുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പത്രോസ് പറയുകയാണ്, പത്രോസിനുള്ള അതേ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മളിത് തിരിച്ചറിയുന്നില്ല
നമ്മളത് വിശ്വസിക്കുന്നില്ല. നമുക്ക് പത്രോസിന്റെ വിശ്വാസമുണ്ട്, യേശുവിന്റെ വിശ്വാസമുണ്ട്. പത്രോസിന്റെ വിശ്വാസം എന്താണെന്നറിയാമോ? പത്രോസിന്റെ വിശ്വാസം സുന്ദരമെന്ന ഗോപുരവാതിക്കൽ ഇരുന്ന മുടന്തനോട് പറയുകയാണ്, we have no silver or gold. What we have, we give it to you. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരിക. And get up in the name of Jesus Christ of Nazareth. നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. പത്രോസ് പറയുക, ഞങ്ങൾക്കുള്ള വിശ്വാസം, ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന യേശുവിനെ നിനക്ക് തരുന്നു. ആ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതാ പത്രോസിനുള്ളത്. ആ പത്രോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കും എഴുതുന്നത്. നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. നമ്മൾ ആ വിശ്വാസത്തിൽ വിശ്വസിക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ ആ വിശ്വാസം തിരിച്ചറിയാം. പത്രോസ് മരിച്ച ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസിന്റെ വിശ്വാസം മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾക്കും എനിക്കുമുണ്ട്. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്. നമ്മൾ അൺബിലീഫ് എന്ന് കേൾക്കുമ്പോൾ ഉടൻ ചിന്തിക്കുന്നത് ലാക്ക് ഓഫ് ഫെയ്ത്ത്, ഷോർട്ടേജ് ഓഫ് ഫെയ്ത്ത് എന്നാ, അല്ലെ? വിശ്വാസം ഇല്ലാത്തതാ അൺബിലീഫ്. എന്നാൽ അങ്ങനെയല്ല. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് അവിശ്വാസം എന്നല്ല. വിശ്വാസം ഇല്ലാത്തടത്ത് സംഭവിക്കുന്നത് ഫിയറാണ്. വിശ്വാസം ഇല്ലാത്തടത്ത് സംഭവിക്കുന്നത് ഭയമാണ്. നാളെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ നാളെയെ നോക്കി ഞാൻ ഭയപ്പെടും. ഭാവിയെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല എങ്കിൽ ഭാവിയെ ഓർത്ത് ഞാൻ ഭയപ്പെടും. സോ ദ ഓപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ഈസ് ഫിയർ, നോട്ട് അൺബിലീഫ്. അപ്പോൾ എന്താണ് അൺബിലീഫ്? അത് പറയുന്നതിന് മുമ്പ് അടുത്ത ലൈനിൽ പറയുകയാണ്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് as the seed of a mustard seed, tell speak to this mountain to move from here to there and it will obey you. കടുകുമണി നിങ്ങളുടെ കരതലങ്ങളിലേക്ക് എടുത്ത് വെക്കുക. ഒരു കടുകുമണി, എ മസ്റ്റേർഡ് സീഡ് എടുത്ത് നിങ്ങളുടെ ഈ കരത്തിലേക്ക് വെക്കുക. അത്രയും വിശ്വാസമുണ്ടെങ്കിൽ ഒരു മല, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു മല, ഒരു പ്രതിസന്ധി മാറിപ്പോകുവാൻ ആ ഒരു കടുകുമണിയുടെ മസ്റ്റേർഡ് സൈസ്ഡ് ഫെയ്ത്ത് ഈസ് ഇനഫ് ടു മൂവ് എ മൗണ്ടൻ. അത് അവർക്ക് ഇല്ലെന്നല്ല യേശു അവിടെ പറയുന്നതിന്റെ അർത്ഥം. മറിച്ച് അവർക്ക് വേറെ ഒരു കുഴപ്പമുണ്ട്. അൺബിലീഫ് വിശ്വാസത്തിനെതിരെ അവരെ പുള്ളി ചെയ്യും. അവരുടെ വിശ്വാസം, കാരണം ഈ ഭൂതത്തെ പുറത്താക്കാൻ കടുകുമണിയുടെ അത്രയും പോലും വിശ്വാസം വേണ്ട. മലയെ പുറത്താക്കുവാൻ കടുകുമണിയുടെ അത്രയും വിശ്വാസം മതി. അത്രയും പോലും വിശ്വാസം വേണ്ട ഭൂതത്തെ പുറത്താക്കുവാൻ. അപ്പോൾ അവര് ആ വിശ്വാസം ഉപയോഗിച്ച് മുൻപോട്ട് പുള്ളി ചെയ്യുമ്പോൾ അൺബിലീഫ് ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പുള്ളി ചെയ്യുക. വടംവലി കണ്ടിട്ടുണ്ടല്ലോ. ഈക്വലായിട്ട് ബലമുള്ള രണ്ടു പേര് അല്ലെ രണ്ട് ഗ്രൂപ്പ് വടം വലിക്കുകയാണെങ്കിൽ ആ നടുക്കുള്ള നോട്ട് എങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല, അത് അവിടെ തന്നെ നിൽക്കും, അല്ലെ? നടുക്കുള്ള നോട്ട് എങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. കാരണം ഇങ്ങോട്ട് ഈക്വൽ ഫോഴ്സ്, ഇങ്ങോട്ടും ഈക്വൽ ഫോഴ്സ്. അപ്പോൾ ഇവരുടെ വിശ്വാസത്തെ, അവരുടെ ഫെയ്ത്ത് വാസ് നള്ളിഫൈഡ് ബൈ the equal amount of unbelief to the opposite direction. അവരുടെ ഫെയ്ത്തിനെ അൺബിലീഫ് ഇപ്പുറത്തോട്ട് വലിച്ചു.
അപ്പൊ എന്താണ് അൺബിലീഫ്? അൺബിലീഫ് നമുക്കുണ്ടാകുന്നത്, ഞാൻ പറഞ്ഞു നമുക്ക് പത്രോസിന്റെ വിശ്വാസമുണ്ട്. അല്ല, വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശുവിന്റെ വിശ്വാസം നിങ്ങൾ ജനിക്കുന്ന സമയത്ത്, വീണ്ടും ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവം തന്നിരിക്കുക. നിങ്ങൾ ജനിക്കുമ്പോൾ ആ വിശ്വാസമാണ് തന്നിരിക്കുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ മാതാപിതാക്കള്, ബന്ധുക്കള് കൂടി വന്നിട്ട് എന്തോ പറയുന്നത്? ആ കുഞ്ഞിനെ കണ്ടിട്ട് ആ അപ്പന്റെ അതേ കണ്ണുകൾ, അമ്മയുടെ പോലെ തന്നെ ആ മൂക്കിരിക്കുന്നു, ആ നിറം അമ്മയുടെ കൂട്ട് തന്നെ, ആ ഒരുപാട് മുടിയുണ്ട് അപ്പന്റെ കൂട്ട് തന്നെ, ആ പുരികം അമ്മയുടെ കൂട്ട് തന്നെ എന്നെല്ലാരും പറയും അല്ലേ? അതിന്റെ കാരണം ജനിക്കുമ്പോൾ തന്നെ നാച്ചുറലായിട്ട് മാതാപിതാക്കളിൽ നിന്ന് ബൈ ഇൻഹെറിറ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രത്യേകതകളാണ് ഇതൊക്കെ. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നിറമ്, ഷേപ്പ്, നീളം, വണ്ണം, കണ്ണ്, പുരികം, മൂക്ക്, ചെവിയ്, തലമുടി, ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്ന് നാച്ചുറലി ജനിക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രത്യേകതകൾ. അതുപോലെ നാം ഓരോരുത്തരും കർത്താവിന്റെ രാജ്യത്തിലേക്ക്, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വീണ്ടും ജനിക്കുമ്പോൾ പത്രോസിന്റെ വിശ്വാസം അല്ല നമുക്ക് തരുന്നത്. പത്രോസ് അല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. പരിശുദ്ധാത്മാവ്, വചനമെന്ന ഇൻകറപ്റ്റബിൾ സീഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് യേശുവിന്റെ വിശ്വാസം അത് നാച്ചുറലി നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. യേശുവിന്റെ വിശ്വാസം നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അതിനെ പലപ്പോഴും നള്ളിഫൈ ചെയ്യുന്ന അൺബിലീഫ് എവിടുന്നാ വരുന്നത്? അൺബിലീഫ് വരുന്നത് നമ്മുടെ ഈ ലോക പരിജ്ഞാനത്തിൽ നിന്ന്. വചനം പറയും അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിലെ പാടുകളൊക്കെ ഒന്ന് നോക്കും. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമ്മളൊന്ന് നോക്കും. അൺബിലീഫ് came through the world knowledge. ലോകത്തിന്റെ പരിജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ചുറ്റുപാടുകളുമെ പറ്റിയുള്ള അറിവ്, നമ്മള് ന്യൂസിൽ നിന്ന് കേൾക്കുന്ന വേൾഡ് ന്യൂസ്, ചരിത്രം, അങ്ങനെ നമ്മളെ ലോകത്തിലെ കാർണലായിട്ടുള്ള അറിവുകള് നമ്മുടെ ഉള്ളിൽ അൺബിലീഫായിട്ട് കിടന്ന് നമ്മുടെ വിശ്വാസത്തെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പുള്ളി. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? നമ്മൾ വചനത്തിൽ കൂടുതൽ 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 സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും വരുന്നു. ദൈവവചനം വായിക്കും തോറും, പഠിക്കും തോറും, അത് ധ്യാനിക്കും തോറും, അത് എപ്പോഴും ചിന്തിക്കും തോറും നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. വിശ്വാസം, യേശുവിന്റെ വിശ്വാസമുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക, അത് എനർജൈസ് ചെയ്യപ്പെടുക, അത് ഉപയുക്തമായി തീരുക. അത് ഡോർമെന്റ് ആയിട്ടിരിക്കുകയാണ്. അത് വചനം വായിക്കും തോറും അത് ആക്ടിവേറ്റ് ആയിത്തീരും. വേൾഡ് നോളജ്, വേൾഡിൽ നടക്കുന്ന സംഭവങ്ങള് ഒരുപാട് അറിയാതിരിക്കും തോറും, ഒരുപാട് ന്യൂസുകൾ അറിയാതിരിക്കും തോറും, അവിടെ നടന്ന ആക്സിഡന്റിനെ പറ്റിയും ഇവിടെ നടന്ന യുദ്ധത്തെ പറ്റിയും ഒക്കെ നമ്മൾ കൂടുതൽ എല്ലാം അറിയണം, അല്പസ്വല്പമായി അറിയണം. ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്നതിന് പകരം നമ്മള് വചനത്തിൽ റിസർച്ച് ചെയ്യണം. വചനത്തിൽ റിസർച്ച് ചെയ്യുമ്പോൾ വിശ്വാസം കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ന്യൂസിലും വേൾഡിലും നമ്മൾ റിസർച്ച് ചെയ്യും തോറും അവിശ്വാസം കൂടുതലായി തറച്ചു കയറും.
അവിശ്വാസം കൂടുതലായി നമ്മുടെ ഉള്ളിലേക്ക് തറച്ചു കയറും. അപ്പോൾ ഓപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ഈസ് ഫിയർ, നോട്ട് അൺബിലീഫ്. അൺബിലീഫ് വരുന്നത് വേൾഡ് നോളജ് മൂലം. യൂട്യൂബ് എടുത്തു വെച്ച് യൂട്യൂബിനകത്തുള്ള സകല ന്യൂസും കണ്ട് ഞാൻ ഇതൊക്കെ കാണുന്ന ആളാ കേട്ടോ. കുറച്ചൊക്കെ ഒത്തിരി മാറി എന്റേത്, ഒരുപാട് മാറി. ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല പറയുന്നത്. യൂട്യൂബ് എടുത്തു വെച്ച് അതിനകത്തുള്ള സകലതും നമ്മൾ കണ്ട് അതായിരിക്കും നമ്മുടെ ചിന്ത. ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഭാഗത്ത് രോഗമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തിരയുന്നത് എവിടെ? ഗൂഗിളിലാ തിരയുന്നത്, അല്ലെ? ഡോക്ടർ ഗൂഗിളിനോടാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്, റാദർ ദാൻ ഗോയിങ് ടു ഡോക്ടർ ഐസയ. എന്തുവാ പറയുന്നത്? 53 അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ റിസർച്ച് ചെയ്ത്, അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡോക്ടർ ഗൂഗിളിന്റെ അടുത്തേക്കാ പലപ്പോഴും നമ്മൾ പോകാനുള്ള ടെൻഡൻസി. അത് നമ്മിൽ കൂടുതൽ അവിശ്വാസം ജനിപ്പിക്കുക ചെയ്യും. കർത്താവ് പറഞ്ഞു, ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒഴിഞ്ഞ് പോകത്തില്ല. ഏത് ജാതിയാണ്? ഇവിടെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാസേജ്. ഏത് ജാതിയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒഴിഞ്ഞു പോകാത്തത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും നമ്മളത് വായിച്ചാൽ നമുക്ക് തോന്നുന്നതും ഈ ജാതി ഭൂതം, അങ്ങനല്ലേ? ഈ ജാതി ഭൂതം പ്രാർത്ഥിച്ചാൽ, നമ്മൾ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമേ ഈ ജാതി ഭൂതം ഒഴിഞ്ഞു പോകത്തുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെ ഭൂതത്തെ പറ്റി അല്ല പറയുന്നത്. ഈ ജാതി എന്ന് പറയുന്നത് ഭൂതത്തെ പറ്റി അല്ല. കാരണം ശിഷ്യന്മാര് ഈ ഭൂതത്തെ പുറത്താക്കുവാൻ അവിടെ നിന്ന് ഉപവാസം എടുക്കുകയല്ല, അവിടെ അവര് പ്രാർത്ഥിക്കുകയുമല്ല ചെയ്തത്. പിന്നെ അവര് അവിടെ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവരവിടെ യേശുവിന്റെ നാമം പറഞ്ഞു. അവര് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എപ്പിലെപ്സിയുടെ ഭൂതമേ പുറത്തു പോകുക എന്ന് പറഞ്ഞിട്ട് ഭൂതം പുറത്തു പോയില്ല. അപ്പോൾ യേശുവിന്റെ നാമം പറഞ്ഞിട്ട് പുറത്തു പോകാത്ത ഒരു ഭൂതം നമ്മൾ ഉപവാസം എടുത്താലോ നമ്മൾ പ്രാർത്ഥിച്ചാലോ പുറത്തു പോകുമോ? നമ്മൾ ഉപവാസം എടുത്താലോ നമ്മൾ പ്രാർത്ഥിച്ചാലോ ആ ഭൂതം പുറത്തു പോകുമോ? യേശുവിന്റെ നാമം പറഞ്ഞിട്ട് പോയില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലോ ഉപവാസം എടുത്താലോ ആ ഭൂതം പുറത്തു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പോകത്തില്ല. യേശുവിന്റെ നാമം പറഞ്ഞാൽ പോകാത്ത ഭൂതം ഇല്ല. യേശു എന്ന നാമം കേട്ടാൽ വിറയ്ക്കാത്ത പൈശാചിക ശക്തികളില്ല. ഏത് മുഴങ്കാലും അവന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുവിന്റെ മുൻപിൽ ഏതെങ്കിലും ഭൂതം മുട്ടുമടക്കാതിരുന്നിട്ടുണ്ടോ? താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏതെങ്കിലും മരണം അവന് കീഴ്പ്പെടാതിരുന്നിട്ടുണ്ടോ? അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏതെങ്കിലും രോഗം അവന് കീഴ്പ്പെടാതിരുന്നിട്ടുണ്ടോ? അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പറഞ്ഞാൽ ഏത് രോഗവും, ഏത് ഭൂതവും, ഏത് മരണവും, ഏത് പാതാളവും മാറി നിൽക്കും. ആ നാമം വഹിക്കുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. ആ നാമം വഹിക്കുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ജാതി അവിശ്വാസം. പ്രാർത്ഥനയും ഉപവാസവും ഈ അവിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ നല്ല മാർഗങ്ങളാണ്. പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യും. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക, അവന്റെ കൂടെ വസിക്കുക. കൂടെ വസിക്കുമ്പം അവന്റെ വാക്കുകൾ കേൾക്കുക, അവന്റെ വചനം കേൾക്കുകയാണ്. അവന്റെ വചനം കൂടുതൽ 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 നമ്മള് ഹൃദയത്തിലാകുമ്പോൾ ഈ ജാതി അൺബിലീഫ് അവിടെ നിന്ന് വിട്ടുപോകുക.
ലോകത്തിൽ നിന്ന് ലഭിച്ച ഈ ജാതി അൺബിലീഫ് അവിടുന്ന് മാറിപ്പോകുക. യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ മടങ്ങാത്ത യാതൊരു ശക്തിയും ഭൂമിയുടെ താഴെയോ സ്വർഗത്തിലോ ഇല്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ മരണകരമായി യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ സൗഖ്യം കൈവെക്കും, അവർക്ക് സൗഖ്യമുണ്ടാകും. ഇത് നമ്മളെ പറ്റിയാ പറയുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പറ്റിയാ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങളത് തിരിച്ചറിയുക, നിങ്ങൾ അത് ആക്ടിവേറ്റ് ചെയ്യുക. നെഗറ്റീവ് ന്യൂസ്, ഈ സകലമാന ചുറ്റുപാടും നടക്കുന്ന സകല ന്യൂസും നമ്മുടെ ഉള്ളിലേക്ക് ഇതെല്ലാം എടുത്തിടാതിരിക്കുക. കഴിഞ്ഞ ദിവസം ദൈവം എനിക്കൊരു ദർശനം തന്നു. ഞാൻ കണ്ടു ഒരു ചെറിയ ബോട്ടില്, ഒരു ചെറിയ ഗ്ലാസ്, ഒരു ക്ലിയർ ഗ്ലാസ്. ആ ക്ലിയർ ഗ്ലാസിനകത്ത് ഒരു കറുത്ത ബോൾ കിടക്കുന്നു. ഒരു ക്ലിയർ ഗ്ലാസ്, ആ ക്ലിയർ ഗ്ലാസിനകത്ത് ഒരു കറുത്ത ബോൾ കിടക്കുന്നു. ആ ഗ്ലാസ് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാം, ആ ഗ്ലാസ് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിനകത്ത് ഒരു കറുത്ത ബോൾ കിടക്കുന്നു. ഞാനത് എന്റെ ദർശനത്തിൽ ഞാനിങ്ങനെ ഒന്ന് വേവ് ചെയ്തപ്പോൾ ആ കറുത്ത ബോൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഗോസിപ്പും, ഈ ലോകത്തിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അവരെന്നോടൊന്ന് ഇരുത്തി സംസാരിച്ചില്ലേ, ഞാൻ അപ്പോൾ ചെറുതായി പോയില്ലേ, എന്നാലും എന്നോട് അങ്ങനെ പറയാമായിരുന്നു എന്നുള്ള അതുപോലെ ഈ ലോകത്തിലെ മറ്റുള്ള ന്യൂസും എല്ലാം കൂടെ ചേർന്ന ആ ബോളെന്ന് എനിക്ക് മനസ്സിലായി. ആ കപ്പ്, എന്റെ കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ് എന്റെ ഹൃദയമാണ് എന്നും ദൈവം എന്നെ കാണിച്ചു തന്നു. അതെന്റെ ഹൃദയമാണ്. അവിടെ ഞാനിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ഞാനിട്ട് ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ ന്യൂസാ. ആ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, ആ ആൾ എന്നെ ഒന്ന് ഇരുത്താനല്ലേ, എന്നെ ഒന്ന് കൊച്ചാക്കാനല്ലേ ഇങ്ങനെ പറഞ്ഞത് എന്നാ ചിന്തിക്കുന്നത്. രണ്ടാമത് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് മാറി മറ്റൊരു ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ ഒരു ചുവന്ന ബോൾ ഇട്ടിരിക്കുന്നു. ഞാൻ ആ ഗ്ലാസ് ഒന്ന് വട്ടം കറക്കി. ആ ചുവന്ന ബോള് വട്ടം കറങ്ങുന്നു. ആ ചുവന്ന ബോള് വട്ടം കറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ആ ചുവന്ന ബോള്, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവവചനമാ. ആ ദൈവവചനമാ എന്റെ ഹൃദയത്തിൽ കിടന്ന് കറങ്ങേണ്ടത്. ആ വചനമാണ് ഞാന് അയവിറക്കേണ്ടത്. ആ ദൈവവചനമാ എപ്പോഴും എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ടത്. പ്രോവർബ്സ് ഇപ്രകാരം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം പറയുന്നു, ദ വേർഡ് ഈസ് എ ലൈഫ് അൺടു യു ആൻഡ് ദ വേർഡ് ഈസ് എ മെഡിസിൻ, ഈസ് എ ഹെൽത്ത് ടു യുവർ ഫ്ലഷ്. പ്രോവർബ്സ് 4:22. അവ നിന്റെ സൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവൻ, അവരുടെ സർവ്വദേഹത്തിനു മുഖ്യമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ആ വചനം പറയുക, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ആ വചനം നിന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കണം. പിന്നെ പറയുക, ആ വചനം, those who find that word find life, and that word is a medicine, and some translation says it's a health, some translation says it's medicine. The word is a medicine, word is a health to your flesh. എന്നിട്ട് പറയുകയാണ്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ വരുന്നത്. അപ്പോൾ ഈ ഹൃദയം ഈ ലോകത്തിലെ ട്രാഷ് എല്ലാം കൂടെ എടുത്തിടാനുള്ള ഒരവയവമല്ല ഇത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക. വചനം അതിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നൊരു ചലഞ്ചായിട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം ഇട്ട്
ഇട്ട് നിങ്ങൾ ഉരുട്ടിയ, മെഡിറ്റേറ്റ് ചെയ്ത, അയവിറക്കിയ ആ വചനം എന്താണ്? എന്നോട് പറയണ്ട. ഇല്ല എങ്കിൽ ഇന്ന് മുതൽ തുടങ്ങണം. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഏറ്റവും കുറഞ്ഞത് എപ്പോഴും ധ്യാനിക്കുക. എപ്പോഴും നമുക്ക് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും ധ്യാനിക്കുവാൻ, ലൈനിൽ നിൽക്കുമ്പോൾ, ഷോപ്പ് ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, കിടക്കാൻ പോകുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ലെറ്റ് എ വേർഡ് റിവോൾവ് അറൗണ്ട് ഇൻ അവർ ഹാർട്ട്. ഒരു വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങട്ടെ. കറങ്ങുക എന്ന് പറഞ്ഞാൽ അത് മെഡിറ്റേറ്റ് ചെയ്യട്ടെ. ഒന്നോ അതിലധികമോ വചനം ആ റെഡ് ബോള്, ആ ഹൃദയമാകുന്ന ആ ഗ്ലാസിനകത്ത് കിടന്ന് കറങ്ങട്ടെ. എപ്പോഴും കാണണം. 24 മണിക്കൂറും നമ്മുടെ ഉള്ളിൽ ആ വചനം കാണണം. നമ്മുടെ ഉള്ളിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ വചനത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണം. കമന്ററി എടുത്ത് പഠിക്കണം. അതിന്റെ ഏതെങ്കിലും വ്യാഖ്യാനം പഠിക്കണം. അത് നമ്മൾ ചിന്തിക്കണം. അതിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണം. അപ്പോൾ ചിലപ്പോൾ അതിന്റെ മുമ്പിലുള്ള വാക്യം പഠിക്കാൻ പോകും. അപ്പോൾ അതിന്റെ താഴെയുള്ള വാക്യം പഠിക്കാൻ പോകും. അപ്പോൾ ആ അധ്യായം മുഴുവൻ ചിലപ്പം വായിക്കണമെന്ന് തോന്നും. അങ്ങനെ അതിന്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കുന്നത് വരെയും ഹൃദയമാകുന്ന ആ ഗ്ലാസിന്റെ ഉള്ളിൽ ആ ബോള്, ആ റെഡ് ബോള് നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ. ആ സത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് വേറൊരു വചനം എടുത്തിടുക. വേറൊരു വചനം എടുത്ത് ഇടുക. മറ്റുള്ളവർക്ക്, ജോലിയിലുള്ളവർക്ക്, ഹോസ്പിറ്റലിലുള്ളവർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, സ്നേഹിതന്മാർക്ക് അവരുടെ അഭിപ്രായങ്ങളാകുന്ന ട്രാഷ് എല്ലാം കൂടെ ഇടുവാനുള്ളതല്ല നമ്മുടെ ഹൃദയം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കുക. ജീവന്റെ ഉത്ഭവം, മെഡിസിൻ, നിന്റെ മെഡിസിനാണ് അത്. വചനം നിന്റെ മെഡിസിനാണ്. മെഡിസിൻ ടു യുവർ ഫ്ലഷ്. ഇനിയും ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്തുകയാണ്. കർത്താവ് പറയുക, ആൻഡ് നത്തിങ് ഷാൽ ബി ഇംപോസിബിൾ അൺടു യു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറയുക, നിങ്ങളോട് ഓരോരുത്തരോടും പറയുക, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ട്. അല്ല, അതിനപ്പുറം വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് യേശുവിന്റെ വിശ്വാസമുണ്ട്. ആ യേശുവിന്റെ മൗണ്ടൻ സൈസ്ഡ് ഫെയ്ത്ത് നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒരു കടുകുമണി മതി ആ മല മാറിപ്പോകുവാൻ. വേറൊരു കടുകുമണി മതി ഭൂതം വിട്ടു പോകുവാൻ. മറ്റൊരു കടുകുമണി വിശ്വാസം മതി നമ്മുടെ രോഗം മാറിപ്പോകുവാൻ. മറ്റൊരു കടുകുമണി വിശ്വാസം മതി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി മാറിപ്പോകുവാൻ. അതുകൊണ്ട് അവിശ്വാസം നമ്മൾ നള്ളിഫൈ ചെയ്യണം. ഈ വചനം എന്ത് ചെയ്യണം? നള്ളിഫൈ ചെയ്യണമെങ്കിൽ, ആ അൺബിലീഫ് നള്ളിഫൈ ചെയ്യണമെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയമാകുന്ന ആ ഗ്ലാസിനകത്ത് റെഡ് ബോളായിട്ട് നമ്മൾ നിക്ഷേപിക്കണം. മറ്റുള്ളവരുടെ എല്ലാം ട്രാഷ്, മറ്റുള്ളവരോട് തോന്നുന്ന പകയും വിദ്വേഷവും കൊണ്ട് നടക്കുവാനുള്ള വിശുദ്ധമായ പാത്രമല്ല, വിശുദ്ധമായതല്ല ഈ ഗ്ലാസ്, നമ്മുടെ ഹൃദയമാവുന്ന ഈ ഗ്ലാസ്. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുക, നിങ്ങളാൽ അസാധ്യമായിട്ടൊന്നുമില്ല. നത്തിങ് ഷാൽ ബി ഇംപോസിബിൾ അൺടു യു. ഐ ആം ലുക്കിംഗ് ഫോർ ദാറ്റ് ഡേ. എന്നെ കൊണ്ട് ഒന്നും അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറഞ്ഞ്, നമുക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ മണിമാളിക വേണം, എനിക്ക് സ്വർണ്ണഗോപുരം വേണം, എനിക്കൊരു ഫെറാറി മേടിക്കണം എന്നുള്ളതല്ല ഇവിടെ വിഷയം. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് ശോഭിക്കുവാൻ, ഒരു സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മുടെ ജീവിതം അതുമൂലം അനുഗ്രഹിക്കപ്പെടുക മാത്രമേ ഉള്ളൂ. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമെങ്കിൽ അതോടുകൂടെ ഇതൊക്കെ നമുക്ക് ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന സൗഭാഗ്യമൊക്കെ നമുക്ക് ലഭിക്കും. നമ്മൾ സൗഭാഗ്യത്തിന്റെ പുറകെ പോകണ്ട. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. ഹൃദയത്തിൽ ഇതല്ലാതെ വേറൊന്നും ഇടരുത്. നത്തിങ് ഷാൽ ബി ഇംപോസിബിൾ അൺടു യു. നത്തിങ്, which means absolutely nothing shall be impossible unto you. You are extraordinary.
You are supernatural. Nothing can stand before you successfully. No weapon that comes against you shall prosper. Nobody can successfully stand against your path. You are more than a conqueror. You who believe in Christ is more than a conqueror. You will walk in triumph everywhere, always. You will walk in peace. You will walk in the joy of the Lord. And the joy of the Lord is your strength. No weapon will come against you, and no weapon that formed against you shall prosper. Nothing, absolutely nothing. You will have an upper hand wherever you go. You will be heard, not the tail. When you come in, you will be blessed. When you go out, you will be blessed. Hallelujah. There is no exception. You are the children of the Most High God. If God is for you, how can somebody stand against you? How can somebody accuse you? No one can accuse you, not even the devil. Remember, Jesus is your Lord. Jesus is your King. Jesus is your Savior. You belong to Jesus. You are in the new covenant. You are a beneficiary of the new covenant deed. You are a beneficiary of the Abrahamic covenant. Devil is no match for Christ in you. Devil is a defeated enemy. He has no authority. He has no power. He has no weapon. Absolutely no weapon. Absolutely no authority, no power, unless you willingly yield it to him. Devil is not a match for you, for Christ in you. No devil, no demonic forces can touch you. They cannot come to your dwelling, come near your house. No plague will come near you. God bless you. Let's pray. Let's pray. Sickness cannot stand when you are there. When you are there, sickness has to leave because you carry the great I am. You carry the great I am. Hallelujah. You are not a loser. You are not a victim. You are a victor. May God bless you.